ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇത് ഈദിൻ്റെ രാത്രിയാണ് കേട്ടോ ഈ മൈലാഞ്ചിയൊക്കെ ഇട്ട് മോൾ ഉറങ്ങുന്ന സമയത്ത് ഇട്ട് കൊടുത്തതാണ്. അതിന് ശേഷം ഞാനും മൈലാഞ്ചി ഇട്ട്, കാരണം എനിക്ക് കുറച്ച് പണിയുണ്ടായിന്. അപ്പം ഞാനിതിൽ തേങ്ങാപ്പാൽ വാങ്ങിച്ചതാണ്, പക്ഷെ ഒട്ടും തുറക്കാൻ പറ്റുന്നില്ല. എങ്ങനെ തുറക്കും എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. കത്രികയൊക്കെ ഇതാക്കിയിട്ട് ഓപ്പണാക്കി നോക്കി, കഴിയുന്ന പോലെ അങ്ങനെ ചെറുതായിട്ട് ഞാൻ തുറന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പുഡിങ് ആക്കാമെന്ന് വിചാരിച്ചതിന് ഹസ്ബൻഡിനും മോളിനും നല്ല ഇഷ്ടമാണ്. അങ്ങനെ അത് എങ്ങനെയൊക്കെയോ ചെറുതായിട്ട് തുറന്നു. അങ്ങനെ പുഡിങ് റെഡിയാക്കി. ഞാൻ ഒരു സ്റ്റീലിൻ്റെ പുഡിങ് പാത്രം ഉണ്ട്, അപ്പോൾ അതിൽ ഒഴിച്ച്, നമ്മൾക്ക് വീട്ടിലുള്ളവർക്കില്ല, അതുകൊണ്ട് അതിൻ്റെ മേലെയുള്ള നോരൊന്നും കളഞ്ഞിട്ടില്ല. അതവിടെ സെറ്റാക്കി വെച്ച് അതിന് ശേഷം ഞാൻ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങി. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മോളെ ടോയ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എത്ര എടുത്ത് വെച്ചാലും എന്തെങ്കിലും ഒന്നായിട്ട് എടുത്ത് കൊണ്ടുവരും. അപ്പം ഞാൻ അങ്ങനെ ടോയ്സ് തന്നെയാണ് മൊത്തം ടോയ്സ്. എന്തിനാ ഇത്ര കുറേ ടോയ്സ് എന്ന് ഞാൻ ചിന്തിക്കും. എന്താ ഒരു കാര്യമില്ല, ഉപയോഗിക്കൊന്നുമില്ല ഇങ്ങനെ വെക്കലാണ്. അതിന് ശേഷം ഞാൻ രണ്ടാമത് സിമ്പിളാക്കി ഇടാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ ഹെവി ആയിപ്പോയി. പിന്നീട് ഞാൻ എൻ്റെ കയ്യിൽ സിമ്പിളാക്കി ഇട്ടു. അങ്ങനെ 4 മണിയായി. ഉറക്കമേ ഉണ്ടായിരുന്നില്ല. കാരണം അതിന് ശേഷം പള്ളിയിൽ പോകേണ്ടതല്ലേ, മോൾക്ക് കുറച്ച് പാല് കാച്ചിയിട്ട് കൊടുത്തു. അപ്പോൾ മോൾ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോൾ കുറച്ച് സമയം ഉറങ്ങി. നമ്മൾ രണ്ടാളും തീരെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ മോൾക്ക് പാല് കൊടുത്ത് പാലൊക്കെ കുടിച്ച് സെറ്റായിട്ട് അതിന് ശേഷം ഞാൻ മാത്രം ചായ കുടിച്ചു. കാരണം ഹസ്ബൻഡ് വേണ്ട പറഞ്ഞു, കാരണം ഉറങ്ങാത്തതല്ല, അതുകൊണ്ട് വേണ്ട പറഞ്ഞു. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങുവാണ് പള്ളിയിലേക്ക് പോവാൻ. അപ്പം ഇവിടെ 4:05 നിസ്കാരം. അങ്ങനെ നമ്മൾ 4:30 4:45 ആകുമ്പോഴേക്ക് ഇറങ്ങി. അങ്ങനെ സെറ്റായിട്ട് അത് ഞാൻ ബാഗിൽ ജ്യൂസ് വെച്ചിന്, അത് കണ്ടുകൊണ്ട് ബാഗ് എടുത്ത് നടക്കുക. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ 4 മണിയാകുമ്പോഴും തന്നെ വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൊതുവേ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിലാണ് കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ പോയത്. അത് അവിടെ കാണുന്ന പള്ളി തന്നെ. പക്ഷേ അവിടെ ആരുമില്ല, സ്ത്രീകളാരുമില്ല, പുരുഷന്മാരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ആരും ഇല്ലാത്തടത്ത് പോകണ്ട, കുട്ടികളൊക്കെ ഉള്ളിടത്ത് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതൊരു പാലസാണ് കേട്ടോ, പള്ളിയല്ല. അതിൻ്റെ ഉള്ളിലൊരു പള്ളി ഉണ്ട്, പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി. ട്രാഫിക്ക് പിന്നെ എന്തായാലും സിഗ്നൽ ലൈറ്റൊക്കെ ഇതായിട്ട് പോകുമ്പോഴേക്കും ഒരു ടൈം എടുക്കും, കുറച്ച് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോവലായി. അപ്പോൾ നിങ്ങളൊക്കെ പള്ളിയിൽ പോവലുണ്ടോ? എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് തന്നെ? ഞാൻ നാട്ടിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുക. അതൊക്കെ ഒരു 9 മണി ആ ഒരു സമയമൊക്കെ ആവും നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ പള്ളിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ വലിയ പള്ളിയാണ്, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്കിങ് ചെയ്യലാണ് വലിയൊരു ടാസ്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങ് ദൂരെയാണ് കേട്ടോ പാർക്ക് ചെയ്തതിന്. അങ്ങനെ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായി. അപ്പോൾ മോൾക്ക് ഈ ഒരു സാധനം ആദ്യമേ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം ഇങ്ങനെ സ്വീറ്റ്സ് മിഠായി കൊടുക്കുന്നത്. അപ്പോൾ മോൾ ഒരു മിഠായി, കൊള്ളിമിഠായി, ഓൾക്ക് കൊള്ളിമിഠായി വേണ്ടു. അപ്പോൾ അതെടുത്ത്, അപ്പോൾ നമ്മൾ ഇരിക്കാൻ നോക്കും, എവിടെയും സ്ഥലം എവിടെ ഇരിക്കുമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചെരുപ്പ് വഹിച്ചിട്ട് എവിടെ വെക്കുമെന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു സ്ത്രീ ഒരു കസേര ഇട്ടിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ ചെരുപ്പ് വെച്ചു. അങ്ങനെ തൊട്ടടുത്തായിട്ടിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് പുറത്താണ് കേട്ടോ, ഇത് റോഡ് സൈഡാണ്. ഇതേപോലെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ മോൾക്ക് പിന്നെയും എന്തോ സ്നാക്സ് പോലത്തെ മറ്റേ കുറുക്കിടില്ല, അതുപോലത്തെ ഒരു പാക്കറ്റ് കിട്ടി. പക്ഷേ ഇവിടെ ഇവർ കൊടുക്കുന്നത് ഞാൻ വിചാരിച്ച് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുക, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും കൈയിട്ട് വാരി എടുക്കുന്നുണ്ട്. ഞാൻ പക്ഷെ എടുക്കാൻ പോയിട്ടില്ല, കാരണം ചില മിഠായിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവർ തിന്നുന്ന ഒരു ജാതി മിഠായിയാണ്, ഒരു ബബിൾക്കം പോലത്തെ എന്തോ ഒരു മിഠായി. അപ്പം കുട്ടികളെ കാണാൻ നല്ല ഭംഗിയായിട്ട് കേട്ടോ, ബാർബി ഡോളിനെ പോലെ ഉണ്ട് കാണാൻ. അത് കണ്ടോ, അവിടെ കണ്ടോ വയലറ്റൊക്കെ ഇട്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കിടന്നുറങ്ങി. വൈകുന്നേരം ഒരു 6 മണിക്ക് നമ്മൾ ഇറങ്ങി. വൈകുന്നേരം അല്ല കേട്ടോ, ഇത് രാവിലെ റൂമിൽ പോയി മാറ്റിയതിന് ശേഷം മോൾക്ക് മാറ്റിക്കൊടുത്ത് അതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഫ്രണ്ട്സൊക്കെ ജമ്മുവിൻ്റെ. നോക്കുമ്പോൾ അവരൊക്കെ പോയി, നമ്മൾ മാത്രമായി. അതുകൊണ്ട് നമ്മളെ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം റൂമിൽ വന്ന് ഞാനൊരു ഫാമിലിക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്, ക്രിസ്ത്യാനിയാണ്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ എടുത്ത് സെറ്റാക്കി
അത് കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഇതാണ് 6 മണി ടൈം കേട്ടോ. 6 മണി 5:30 ആ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങി. എന്തിനാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പുറത്ത്, അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ച് അങ്ങനെ അവിടെയൊക്കെ പോയി അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി. ഇത്രേ ഉള്ളൂ. ബായ്.